ധന്യമീ ജീവിതത്തിൽ ഒരു കുടുംബത്തിലെ കാര്യം പറയുകയാണ്. ഒരു തിരക്കഥ പോലെ. അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, മകളും ആ വീട്ടിൽ ഉണ്ട്. അമ്മൂമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് വയസ്സായി, നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മകള് ചെറുപ്പക്കാരിയാണ്. മകളുടെ മകള് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അമ്മൂമ്മ അവിടുന്ന് വിളിച്ചു, മകളെ പാർവതി എന്ന് വിളിച്ചു. വിളി കേട്ടില്ല. കേട്ടിരുന്നു, ആ തള്ളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുള്ളൊരു വിചാരമായതുകൊണ്ടാണ്. കുറച്ചും കൂടി ഉറക്കെ പാർവതി എന്ന് വിളിച്ചു. കേട്ടില്ല. കേട്ടതായി അഭിനയിച്ചില്ല. കുറച്ചും കൂടി ഉച്ചത്തില് പാർവതി എന്ന് വിളിച്ചപ്പോ ഇവിടുന്ന് വളരെ പുച്ഛത്തില്, എന്താ എന്താ? അപ്പുറത്തെ മുറിയില് പിണ്ണത്തൈലത്തിന്റെ കുപ്പിയുണ്ട്, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, ഒന്ന് എടുത്തുകൊണ്ട് പോകാന്ന്. ഉടനെ മറുപടി, നിക്കയ്യ. കഴിഞ്ഞു. അന്നൊരു ഞായറാഴ്ചയാണ്. മകള് ഉദ്യോഗസ്ഥ ഒക്കെയാണ്. പിറ്റേ ദിവസം മകൾക്ക് ജോലിക്ക് പോകണം. പ്രാരാബ്ദമാണ്, കുറേ കാര്യങ്ങളുണ്ട്. അടുക്കളത്തെ കാര്യം ചെയ്യണം, അത് ചെയ്യണം. മകളെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ നന്ദിനി എന്ന് വിളിച്ചു. ഉറക്കെ. വിളി കേട്ടില്ല. രണ്ടാമത് വിളിച്ചു, കുറച്ചും കൂടി ഉറക്കെ, നന്ദിനി. വിളി കേട്ടില്ല. മൂന്നാമത് അതിലും ഉറക്കെ നന്ദിനി എന്ന് വിളിച്ചപ്പോ ആ കുട്ടി തിരിച്ച് എന്താ ചോദിച്ചു. ഇവിടെ വന്നിട്ട് ഈ കുമ്പളങ്ങയുടെ കഷ്ണം ഒന്ന് അരിയാൻ സഹായിക്കുന്നു. അപ്പൊ പറഞ്ഞു, നിക്കയ്യാൻ. ഇതൊന്നൊരു കാര്യം ആലോചിക്കണം. നിക്കയ്യ എന്നുള്ള ഭാഷ എവിടുന്നാ കിട്ടിയേ? ഈ SLCക്ക് പഠിക്കുന്ന കുട്ടിക്ക് നിക്കയ്യാന്ന് ഭാഷ കിട്ടിയത് ആ വീട്ടിൽ നിന്ന് തന്നെ. ആ വീട്ടിൽ നിന്ന് തന്നെ ഭാഷ കിട്ടിയത്. ഒരു തലമുറ വേറെ തലമുറയെ അനുകരിക്കുന്നത് അവരറിയില്ല. അവരറിയേയില്ല. ആ മൂളലും മുതൽക്ക് പുതിയ തലമുറ നാം എന്ത് പറയണമെന്നല്ല, എന്ത് അനുഷ്ഠിച്ചു കാണിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുക. വേറൊരു വീട്ടിലെ കാര്യം പറയുകയാണ്. വേറൊരു വീട്ടിലെ കാര്യം, അവിടുത്തെ മുത്തച്ഛൻ മുറുക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ അന്ന് എങ്ങനെയാ മഴച്ചാറിലുണ്ട്. അടക്ക കയ്യിലില്ല. അടക്ക കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പൊ അടക്കപ്പൊക്കെ ഇട്ട് സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. ടോർച്ച് എടുത്ത് കൊട്ട നിവർത്തിയിട്ട് പോയാൽ എന്തുണ്ടാവും? ഒരു കവുങ്ങ് നിൽക്കുന്നുണ്ട്, അതിന്റെ മുകളിൽ വീണ് കിടക്കുന്നുണ്ടാവും അടയ്ക്ക. എടുത്തുകൊണ്ടില്ല. മകനെ വിളിച്ചു. മകന് വയസ്സ് 50.
മജിസ്ട്രേറ്റോ ജഡ്ജിയോ എന്തോ അതോ വലിയ ജോലിയിലിരിക്കുക. എന്താ അച്ഛാന്ന് ചോദിച്ചു. എടാ ഒന്ന് മുറുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഓ വെറ്റിലും ചുണ്ണാമ്പൊക്കെ ഉണ്ട്, അടക്കല്ല. ഗേറ്റിന്റെ അവിടെ കവുങ്ങന്ന് വീണ് കിടക്കുന്നുണ്ടാവും. അച്ഛാ ഞാൻ വാങ്ങി കൊടുത്തോണ്ടരാ, ബുദ്ധിമുട്ടല്ലേ മോനെ. ഞാൻ കൊടയും ടോർച്ചുമായിട്ട് മകൻ ഇറങ്ങാൻ തുടങ്ങുമ്പോ മകന്റെ മകൻ +2 പഠിക്കുക. അച്ഛൻ എങ്ങട്ടാ? ഞാനൊരു അടയ്ക്ക പെറുക്കാൻ കൊണ്ടുവരാൻ പോവാ. അവന്തൊക്കെ കേട്ടിരിക്കണോ? ആ കൊടയും ടോർച്ചും ഇങ്ങോട്ട് തരൂ. അച്ഛന്റെ കയ്യിൽ നിന്ന് കൊടയും വാങ്ങി ടോർച്ചും വാങ്ങി ഗേറ്റ് അടുത്തേക്ക് അടയ്ക്ക പെറുക്കാനായിട്ട് പേരമകൻ പോയി. ഈ രണ്ട് കഥകളിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജീവിതമായിട്ട് എന്താ ബന്ധം? നമ്മുടെ സ്വന്തം ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞത്. പൊതുവെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾ വല്ലാതെ തോന്നിയാസൊന്നും വിളിച്ച് പറയില്ല. നമ്മൾ അങ്ങനെ പറയാത്ത ആളാണെങ്കിൽ, നമ്മൾ അങ്ങനെ അനാവശ്യമോ ചീത്ത വാക്കുകളോ പറയാത്ത വ്യക്തിയാണെങ്കിൽ, ഈ അനുഷ്ഠാനം വരെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവര് പരമാവധി ചീത്ത വാക്കുകള് നമ്മളെ നോക്കി പറയില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ നിങ്ങളെപ്പോലുള്ളവരിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിച്ചട്ടോ, നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. ഒരു അനുഷ്ഠാനം രാവിലെ മുതൽ വൈകുന്നേരം വരെ അച്ഛനും വേണം, അമ്മയ്ക്കും വേണം, കുട്ടിക്കും വേണം. ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്, കുട്ടികൾക്ക് കുറെ അളവൊക്കെ ഉണ്ട്. ആ ഇത്രയും അളവുള്ള വിവരം മനസ്സിലാക്കി തന്നെ കുട്ടികൾ വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത് കേൾക്കുമ്പോഴാണ്. മുതിർന്നവർ ചെയ്യാത്ത വിധം ക്രിമിനൽ കുറ്റങ്ങൾ കുട്ടികൾ ചെയ്യുമ്പോൾ കുട്ടി എന്നുള്ള പദത്തിന് തന്നെ അവിടെ പ്രയോഗമില്ല. അവരുടെ ഫോട്ടോ കൊടുക്കാൻ പാടില്ല, അവരെ പറ്റി ഒന്നും മിണ്ടാൻ പാടില്ല. അവർക്ക് കുട്ടി ഇനിയും വളർന്നാണ്, അവർക്ക് മാപ്പ് കൊടുക്കണം. ഇങ്ങനെയാണ് ഇപ്പൊ സമൂഹത്തിന്റെ ഘടന. അപ്പൊ അതും വെച്ച് കുട്ടികള് ധിക്കാരിയാവുക. ഏതൊരു വ്യക്തിയും അമ്മയോട് എങ്ങനെ പെരുമാറി അതിനനുസരിച്ചാണ് അവരുടെ മക്കൾ ഇങ്ങോട്ട് പെരുമാറുക എന്നുള്ളത് സംശയം ഇല്ല. യുവാവ് വൃദ്ധമാതാവിനോട് വളരെ മോശമായിട്ട് വർത്തമാനം പറഞ്ഞ് ഞാൻ കേട്ടു. തള്ള എന്നൊക്കെയാണ് വിളിക്കാൻ പറ്റേ. മോശമായ പദമൊന്നുമല്ല തള്ളാന്ന് വിളി. കേട്ടപ്പോ ഭംഗ്യന്തരാണ് വിഷയൊക്കെ മാറ്റിയിട്ട് അമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറാവോ എന്ന് ചോദിച്ചപ്പോ ചെറുപ്പക്കാരനായ മകൻ എന്നോടൊരു വലി പറഞ്ഞു. അമ്മയുടെ അമ്മയോട് എങ്ങനെ പെരുമാറണം ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞു വരിക. ഇത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ജീവിതം ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റാണ്. നമ്മുടെ ഓരോ ചലനവും മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരെ സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനിച്ചുകൊണ്ടാണല്ലോ അമ്മാമ്മന്റെ അതേ സ്വഭാവം മരുമകന് വരുമല്ലോ. ഇടയ്ക്ക് പരാജയപ്പെട്ട അമ്മാമനെ അനുകരിക്കുകയായിരിക്കും. ഇതൊക്കെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട വിഷയമല്ലേ എന്ന് ആലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു.